ഫുട്ബോളിൽ ഇപ്പം വേറൊരു ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് റിയൽ മാഡ്രിഡിൻ്റെ 2 ഹോം തോൽവികളും പിന്നെ ഷാബി അലോൻസോൻ്റെ ഭാവിയുമാണ്. അതിൽ ആ ടീമിൻ്റെ ഒരു അവസ്ഥയ്ക്ക് ഷാബി അലോൻസോ എത്രമാത്രം കാരണക്കാരനാണ്? കാരണക്കാരനെന്ന് പറഞ്ഞാൽ ഈ സീസൺ തുടങ്ങിയപ്പോൾ ആരും ഈ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ആദ്യത്തെ 14 മാച്ചിൽ 13 ജയിച്ചു. ലാ ലീഗയിൽ നല്ല ലീഡ് ഉണ്ടായിരുന്നു. ചാമ്പ്യൻസ് ലീഗ് നല്ല രീതിയിൽ തുടങ്ങി. പിന്നെ ലിവർപൂളിൽ പോയി നവംബർ 1 തോറ്റു. അതിനുശേഷം ആണ് വളരെ മോശമായിട്ടുള്ള കുറച്ച് റിസൾട്ട്. ഇതിൽ വന്നിട്ടുള്ള പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, എനിക്ക് ഇത് മെഡ്രിഡ് ബീറ്റ് കവർ ചെയ്യണം 1-2 പേരെ അറിയാം. അവർ പറയുന്നത് ഈ സീനിയർ പ്ലേയേഴ്സ് പലരും അവർക്ക് ഓടാൻ വയ്യ, ഓടാൻ ആഗ്രഹമില്ല. ഇപ്പൊ അലോൺസോന്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും പ്രയത്നിക്കണം. അതിപ്പോ നിങ്ങളിപ്പോ ഒരു അറ്റാക്കിംഗ് പ്ലെയർ ആയാലും തിരിച്ച് ട്രാക്ക് ചെയ്യണം. അപ്പൊ ഒരു കുറച്ച് കളി അവരത് ചെയ്തു, പിന്നെ അത് ചെയ്യാൻ തയ്യാറല്ല. എന്നെ കൊണ്ട് അത് പറ്റില്ല. അപ്പം പലർക്കും അവരുടെ ഒരു ഈഗോന്റെ ഇതായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇത് അലോൺസോ ഈ ജോലി എടുക്കണേന് മുമ്പ് കാർലോ ആൻസലോട്ടിയോട് സംസാരിച്ചിട്ടാണ്. തന്റെ പണ്ടത്തെ കോച്ചും ആയിരുന്നു. അപ്പൊ ആൻസലോട്ടി ഇത് പറഞ്ഞിട്ടാണ് പോയത്. ഞാൻ മാനേജ് ചെയ്ത ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഡ്രസ്സിംഗ് റൂം ആയിരുന്നു ഇത്. എന്താ വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ ആരും നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല. അത് പറഞ്ഞിട്ടാണ് പോയത്. അത് ആ ഒരു വാർണിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അത് നേരിട്ട് അനുഭവിക്കുന്നുണ്ട്. ഇപ്പൊ ഇനിയിപ്പം അദ്ദേഹത്തിനെ മാറ്റുകയാണെങ്കിൽ, ഇപ്പം അലോൺസോയെ മാറ്റുകയാണെങ്കിൽ എന്തായിരിക്കും സാധ്യതകൾ? അതിനുള്ള സാധ്യത ഉണ്ടോ? സാധ്യത ഇല്ല. എന്താ അതുകൊണ്ടാണ് ഇപ്പൊ മാറ്റാത്തത് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ഫ്ലോറന്റീനോ പെരസ് പൊതുവെ ഇങ്ങനെ എന്താ പറയാ, നമ്മളിവിടെ മന്ത്രിമാരെ മാറ്റണ പോലെ മാറ്റുന്ന ഒരു രീതിയാണ്. പക്ഷെ ഇപ്പൊ സിഡാൻ ആണെങ്കിൽ സിഡാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പൊ ഡെഷാമിന്റെ കോൺട്രാക്ട് ഈ വേൾഡ് കപ്പോട് കൂടി കഴിയുന്നു. പിന്നെ എനിക്ക് ഫ്രാൻസ് ജോലി ഉറപ്പാണ്. അത് ഈ ഇടയ്ക്ക് ഏതോ ഒരു സ്പീച്ചിലും പറഞ്ഞു, ഒരു കാലത്ത് അത് എന്റെ ജോലി ആയിരിക്കുന്നു, ഫ്രാൻസ് കോച്ച്. അപ്പൊ സിഡാന് വേണ്ട. സിഡാൻ ഇത് അനുഭവിച്ചതാണ് 2 വട്ടം. ജയിച്ചിട്ടുണ്ട്, പല ട്രോഫിയും ജയിച്ചു. പക്ഷെ അതിന്റെ കൂടെയുള്ള ആ സർക്കസ് ആർക്കും പറ്റുന്നില്ല. പിന്നെയുള്ളത് റിസർവ് ടീമിന്റെ കോച്ച് അൽവാരോ അൽബലോവ പണ്ട് ലിവർപൂളിനും റയലിനും ഒക്കെ കളിച്ചിരുന്ന കളിക്കാരനാണ്. പക്ഷെ റിസർവ് ടീം എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെ 3ാം ഡിവിഷനിൽ കളിക്കുന്ന ടീം. അതിന്ന് ഇങ്ങോട്ട് വരിക, ഈ സ്റ്റാർസിനെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ വേറെ തന്നെ ഒരു ലെവലിലുള്ള ചാലഞ്ചാണ്. അതുപോലെ വേറൊരു വലിയ വിവാദം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ലിവർപൂളിന്റെ മുഹമ്മദ് സാല വളരെ തുറന്നടിച്ച് പറഞ്ഞു എന്നെ ക്രൂശിക്കുകയാണ് എന്നൊക്കെയുള്ള രീതിയിൽ 2-3 കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഒന്നെന്ന് വെച്ചാൽ ഒന്നൊരു കോച്ചിനെതിരെ വളരെ പ്രകടമായിട്ട് തന്നെ പറഞ്ഞു, ഞാൻ അയാളും തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെട്ടു, അയാൾ എന്നെ പിന്നെ ഞാനാണ് കുറ്റക്കാരൻ എന്നുള്ള രീതിയിൽ വളരെ പ്രത്യക്ഷത്തിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഇനി എനിക്ക് തോന്നുന്നില്ല കളിക്കാൻ പറ്റുന്നത്. മാത്രമല്ല മുപ്പര ആഫ്രിക്കൻ നാഷൻസ് ഇതിലേക്ക് പോവുകയാണെങ്കിൽ തിരിച്ചു വരുന്നില്ല എന്നൊക്കെയുള്ള രീതിയിലൊക്കെ സൂചന നൽകിയല്ലോ. പക്ഷെ ഇപ്പം ബ്രൈറ്റനെതിരെ കളിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ശരിക്കും ആ ഇഷ്യൂനെ എങ്ങനെയാണ് ദിലീപ് വിലയിരുത്തുന്നത്? ഇഷ്യൂ നമ്മള് സീസൺ പ്രിവ്യൂവിന്റെ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് 2 വഴിക്ക് പോവാം. ഒന്നുമില്ലെങ്കിൽ ഈ ഡിയോഗോ ജോട്ടയുടെ മരണം എല്ലാവരും ഒരുമിപ്പിക്കും, അല്ലെങ്കിൽ അത് ആകെപ്പാട് ടീം സ്പിരിറ്റ് നശിപ്പിച്ച് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സീസണായി മാറും. അത് 2ാമത്തെ കേസാണ് നമ്മളിപ്പോ കാണുന്നത്. ഇപ്പൊ പലരും ചോദിക്കും ആദ്യത്തെ 7 മാച്ചപ്പ് എങ്ങനെ ജയിച്ചു. അത് മനുഷ്യന്റെ മനസ്സ് എങ്ങനെയാന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമുക്ക് പെട്ടെന്നൊരു തിരിച്ചടി കിട്ടിക്കഴിഞ്ഞാൽ ആ ഷോക്ക് നമുക്ക് പ്രോസസ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അപ്പൊ അത് പെട്ടെന്നല്ല, പിന്നീടാണ് ആ ഒരു ഒഴിവ് തോന്നുന്നത്, ഒരാൾ പോയിട്ടുള്ള ഒഴിവ്. ഇത് പോയത് ചില്ലറ ഒരു കളിക്കാരനല്ല. ഞാൻ പറയുന്നത് ഫീൽഡിലല്ല. ഫീൽഡില് ജോട്ടെ റിപ്ലേസ് ചെയ്യാൻ അനേക കളിക്കാർക്ക് പറ്റുമായിരുന്നു. പക്ഷെ ഡ്രസ്സിംഗ് റൂമിൽ 38 വയസ്സായ ജെയിംസ് മിൽനർ ആയാലും 18 വയസ്സായ ഒരു ട്രെയിനി ആയാലും ഇവരോട് എല്ലാവരോടും ഒരേപോലെ പെരുമാറണം. ഒരു ഈഗോ ഇല്ലാത്തൊരു കളിക്കാരനായിരുന്നു. എല്ലാവർക്കും സ്നേഹമുള്ള ഒരു കളിക്കാരൻ. അങ്ങനത്തെ കളിക്കാർ വളരെ അപൂർവം. എന്താ വെച്ചാൽ ഈ ലെവലിൽ കളിക്കണമെങ്കിൽ ഒരു ഈഗോ ഒക്കെ വേണം എല്ലാവർക്കും ഒക്കെ. ഇപ്പൊ സാലയുടെ കേസിലൊക്കെ അത് നമ്മൾ കണ്ടു. അപ്പൊ ആ ഒരു ഈഗോ ഇല്ലാത്തൊരു മനുഷ്യനായതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അപ്പൊ ശരിക്കും ആ ഒഴിവ് ഡ്രസ്സിംഗ് റൂമിൽ തോന്നുന്നുണ്ട്. അത് സാലയുടെ കാര്യത്തിൽ ശരിക്കും നമ്മൾ കണ്ടിട്ടുണ്ട്. ആദ്യത്തെ കളിയിൽ സ്കോർ ചെയ്തതിന് ശേഷം ജോട്ടയുടെ പാട്ട് പാടുമ്പോ സാല നിന്ന് കരയുന്നത് നിങ്ങൾക്ക് ഫുട്ടേജ് കാണാൻ പറ്റും ശരിക്കും. അപ്പൊ അത് അങ്ങനെ പല കളിക്കാരെയും എഫക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ സോഷ്യൽ മീഡിയ യുഗത്തിലാവുമ്പോ 1-2 മോശം കളി കഴിയുമ്പോഴേക്കും ആൾക്കാരെ ശരിക്കും നശിപ്പിക്കും നമ്മൾ, ഏത് കളിക്കാരനായാലും. അത് എന്തുകൊണ്ട് അവർ മോശമായി കളിക്കണമെന്ന് പെട്ടെന്ന് ചിന്തിക്കുന്നില്ല.
ഇത് ഇത്രയും വലിയൊരു പ്രതിസന്ധി കഴിഞ്ഞിട്ടാണ് ഈ കളിക്കാർ കളിക്കുന്നത്. അതിപ്പോ എത്ര വലിയ കളിക്കാരനായാലും സാലയ്ക്കൊക്കെ പ്രത്യേകിച്ച് 5 കൊല്ലം ഒരുമിച്ച് കളിച്ച കളിക്കാരനാണ്. അപ്പൊ തീർച്ചയായിട്ടും ബാധിച്ചിട്ടുണ്ടാവും. സാലയ്ക്കാണെങ്കിൽ അധികം ഫ്രണ്ട്സും ഇല്ല. പ്രത്യേകിച്ച് കൂടെ കളിച്ചിരുന്ന ഇപ്പൊ സാദിയോ മാനയ്ക്ക് ഒരു റൈവലായിരുന്നു. അവര് തമ്മിൽ ഫീൽഡില് നല്ല അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. പക്ഷെ ഫീൽഡിന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അത്ര ഇതിലായിരുന്നില്ല. ഇതിലൊരു സെനോഫോബിക് സിറ്റുവേഷൻ ഉണ്ടോ? കുറച്ചുണ്ട്. എന്താ വെച്ചാ ഇത് സാലയുടെ കാര്യത്തില് ഞാൻ ഇത്രയും പ്രയത്നിച്ചിട്ടാണ് ഇവിടെ എത്തിയത്. 5 മണിക്കൂറൊക്കെ ബസ്സിലിരുന്നിട്ട് കുട്ടിയായിരുന്നപ്പോ ട്രെയിനിങ്ങിന് പോയിട്ട് തിരിച്ച് 5 മണിക്കൂർ ഇരുന്നിട്ടൊക്കെ അങ്ങനെ വളർന്ന ഒരാളാണ്. അത്രയും സാക്രിഫൈസ് ചെയ്തിട്ട് ആദ്യം സ്വിറ്റ്സർലൻഡിൽ പോയി, പിന്നെ ഇംഗ്ലണ്ടിൽ വന്ന് ചെൽസിയിൽ ഫ്ലോപ്പായി, ഇറ്റലി പോയി തിരിച്ച് പേരെടുത്ത് ആദ്യം ഇംഗ്ലണ്ടിൽ വന്ന അത്രയും ഒരു എന്താ പറയുക ഒരു വിഷമിച്ച് ടോപ്പിലെത്തിയ ഒരാളാണ്. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ കൂടെ തന്നെ പറ്റിയുള്ള ഒരു അഭിപ്രായം, ഒരു ഈഗോ ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്യണവർ അത് മനസ്സിലാക്കണ്ട. അവരൊക്കെ ഈ അക്കാഡമിയിലും വളരെ എന്താ പറയുക ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ജീവിതമൊക്കെ ആയിട്ട് വളർന്നു വന്നവരാണ് പലരും. അവർക്കിത് മനസ്സിലാക്കാൻ പറ്റില്ല എത്ര പ്രയത്നിച്ചിട്ടാണ് ഇങ്ങനത്തെ ചില കളിക്കാർ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പൊ അവർക്കിത് ഇയാളുടെ ഈഗോ ആണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഇത് സാലെ മാത്രം കുറ്റം പറയാനില്ല ഒരു അർത്ഥമില്ല. ഇത് ഫുൾ ടീം ഡൊമിനിക് സൊബോസ്ലൈ ഒറ്റ കളിക്കാരൻ മാത്രമേ കഴിഞ്ഞ സീസണിന്റെ ലെവൽ എത്തിയിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ഈ സീസൺ വളരെ മോശമായിട്ടാണ് കളിച്ചിട്ടുള്ളത്. ഞാൻ അവരെ കുറ്റം പറയണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ പല കാരണങ്ങളും ഉണ്ടാവും. പിന്നെ ചില കാര്യത്തില് പ്രായമായിട്ടുണ്ട്. ഇപ്പൊ 34 വയസ്സായ വെർജിൽ വാൻ ഡൈക്കിന് ഒരിക്കലും 27 വയസ്സിൽ ഡിഫെൻഡ് ചെയ്ത പോലെ ചെയ്യാൻ പറ്റില്ല. അതൊരു നാച്ചുറൽ ഒരു ഡിക്ലൈൻ ആണ്. അപ്പൊ അതും കൂടി ഉണ്ട്.